ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് വന്നതാണ്. അങ്ങനെ അധികം സാധനങ്ങളൊന്നും ഇല്ല, ഞാൻ കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് തന്നെ ഇത് കളർ A4 ഷീറ്റ്സ് ആണ്. കളർ ഷീറ്റ്സ് നമുക്ക് എപ്പോഴും ആവശ്യമുള്ള കാരണം ഞാൻ അതൊരു സെറ്റ് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അടുത്തതായി ഞാനിത് ഗ്ലിറ്റർ പേപ്പേഴ്സ് ആണ് എടുത്തത്. അത്യാവശ്യം എല്ലാ കളേഴ്സും ഉള്ള ഒരു സെറ്റ് ആയിരുന്നു അത്. ഇതൊരു സ്റ്റിക്കർ ടൈപ്പ് ഗ്ലിറ്റർ പേപ്പറാണ്, അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ഇനി പശ വെച്ച് ഒട്ടിക്കേണ്ട കാര്യമില്ല. അതിന്മേൽ തന്നെ അത് ഒട്ടിക്കാനുള്ള പശ ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ഗ്ലൂ സെറ്റ് ആണ് എടുത്തത്. ഇത് മൂന്ന് ടൈപ്പ് ഗ്ലൂ ആണ്. ഇത് മൂന്നും എനിക്ക് ഒരു കോംബോ ആയിട്ട് കിട്ടിയ കാരണം ഞാൻ എടുത്തതാണ്. ഒരു നോൺ സ്റ്റിക്കി ഗ്ലൂ, ഒരു വാട്ടർ ഗ്ലൂ, ഒരു ഗ്ലൂ സ്റ്റിക്കും ആണ് ഞാൻ എടുത്തത്. ഈ ഗ്ലൂ സ്റ്റിക്ക് ടൈപ്പ് ഗ്ലൂ ഒക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം നമ്മൾ ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോഴാണ്. പിന്നെ ഞാനൊരു കപ്പാണ് എടുത്തത്. എനിക്ക് കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് മാത്രം എടുത്തതാണ്. അതേപോലെ ഒരു ചെറിയ വൈറ്റ് കപ്പും കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അതേപോലെ ഒരു പോട്ട്. ഇത് കാണുമ്പോൾ ഒരു സെറാമിക് ലുക്കൊക്കെ ഉണ്ട്, പക്ഷെ ഇതൊരു ഫൈബർ ടൈപ്പ് പോട്ടാണ്. നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ പറ്റിയ ഒരു ടൈപ്പ് പോട്ടാണിത്. പിന്നെ ഞാനൊരു ക്ലേ സെറ്റാണ് എടുത്തത്. ഞാനിതുവരെ ക്ലേ വെച്ചിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അപ്പോൾ ഒന്ന് പരീക്ഷിക്കാമെന്ന് കരുതി ചെറിയ ഒരു ക്ലേ സെറ്റാണ് എടുത്തത്. എനിക്ക് വരെ പാക്കിംഗ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് ഞാൻ ക്ലേ സെറ്റ് ചെറിയൊരു സെറ്റ് എടുത്തത്. ഇനി പരീക്ഷിച്ച് അത് വിജയിക്കുകയാണെങ്കിൽ നമുക്ക് വലിയൊരു സെറ്റൊക്കെ എടുക്കാമല്ലോ. ഞാനിതുവരെ ക്ലേ വെച്ചിട്ടൊന്നും ചെയ്തിട്ടില്ല, ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഇതുവരെ ഞാൻ സ്വയം ഒന്നും ചെയ്തു നോക്കിയിട്ടില്ല. എന്തായാലും ഈ ഒരു സെറ്റിൽ അത്യാവശ്യം കളേഴ്സ് ക്ലേയും പിന്നെ കുറെ ഷേപ്സ് ഒക്കെ കാണുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് കുറച്ച് ക്ലേ ഒക്കെ വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് ഐഡിയാസ് ഒക്കെ നോക്കാല്ലേ. പിന്നെ ഞാൻ 2 വുഡിന്റെ പീസ്, ഇത് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാൻ വേണ്ടി ജസ്റ്റ് വാങ്ങിയതാണ്. അടുത്തത് ക്രാഫ്റ്റ് ചെയ്യുന്നവർക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്തൊരു സാധനമാണ്. ഇതില്ലാതെ എന്ത് ക്രാഫ്റ്റ് അല്ലേ. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ചെറിയൊരു കത്രികയായിരുന്നു, അപ്പോൾ എനിക്ക് ഒന്നും കൂടി വലിപ്പമുള്ളത് വേണമായിരുന്നു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു നോർമൽ സൈസ് കത്രിക. അതോടൊപ്പം തന്നെ ഞാനൊരു ഷേപ്പിൽ കട്ട് ചെയ്യാൻ പറ്റിയ ഒരു കത്രിക എടുത്തിട്ടുണ്ടായിരുന്നു. പല ടൈപ്പ് ഷേപ്സ് കട്ട് ചെയ്യാൻ പറ്റിയ കത്രികകളുണ്ട്. ഞാനിത് ഈ ഒരു ഷേപ്പ് കിട്ടുന്ന ടൈപ്പ് കത്രികയാണ് എടുത്തത്. ഇത് നല്ലൊരു യൂസ്ഫുൾ ഐറ്റം തന്നെയാണ്. ഞാൻ വേറെയും ഷേപ്സ് ഒക്കെ കണ്ടിരുന്നു. എനിക്ക് ജസ്റ്റ് ഈ ഒരു ഷേപ്പാണ് ഇഷ്ടപ്പെട്ടത്, അതുകൊണ്ട് ഞാൻ ആദ്യം ഈ ഒരു ഷേപ്പുള്ള കത്രികയാണ് എടുത്തത്. പിന്നെ ഒരു ചെറിയ ക്യാൻവാസ് ബോർഡും എടുത്തു. ഒരു 15 സെൻറ്റിമീറ്റർ ഒക്കെ വരുന്ന ടൈപ്പ് ക്യാൻവാസ് ബോർഡ്. പിന്നെ കുറച്ച് കബാബ് സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഈ കബാബ് സ്റ്റിക്കൊക്കെ വെച്ചിട്ട് ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഇനിയുള്ള വീഡിയോസിലെല്ലാം ഒരുപാട് ഐറ്റംസ് ചെയ്യാനുണ്ട്. അടുത്തതായത് ഞാൻ കുറച്ച് കളർ സെറ്റാണ് വാങ്ങിയിരിക്കുന്നത്. പെൻസിൽ കളർ സെറ്റ് വരുന്ന ഒരു ചെറിയ ഒരു പാക്ക് വാങ്ങി. പെൻസിൽ കളേഴ്സ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇനി എന്തെങ്കിലും നമുക്ക് ആവശ്യം വരുമ്പോൾ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ചെറിയൊരു പാക്ക് കിട്ടിയപ്പോൾ വാങ്ങിയതാണ്. അത്യാവശ്യം എല്ലാ കളേഴ്സും ഉണ്ട്. ഇതിൽ 12 കളറാണ് വരുന്നത്. അടുത്തത് അക്രിലിക് മാർക്കേഴ്സ് ആണ്. ഇത് സാധാ മാർക്കർ അല്ല, ഇതൊരു ബ്രഷ് പെൻ ടൈപ്പാണ്. ഞാൻ കുറേ കാലമായി ബ്രഷ് പെൻസ് അന്വേഷിച്ച് നടക്കണു. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഈ സെറ്റ്. ഇതിൽ 12 കളേഴ്സാണ് വരുന്നത്. ഞാൻ ആദ്യം കരുതി മാർക്കറാണെന്ന്, പക്ഷെ ഞാൻ നോക്കിയപ്പോഴാണ് ഇത് ബ്രഷ് പെൻ ടൈപ്പ് മാർക്കറാണെന്ന് മനസ്സിലായത്. എന്തായാലും ഞാൻ കുറേ കാലമായി ഇത് അന്വേഷിച്ച് നടക്കണേ. എന്തായാലും സാധനം കിട്ടി. ഇവരുടെ പാക്കിംഗ് ഒക്കെ എടുത്ത് പറയേണ്ടതാണ്. അടിപൊളി ബോക്സ്. ഇതെല്ലാം എവിടുന്നാ വാങ്ങി എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം ആ വീഡിയോ പോയി കാണുക. പിന്നെ ഞാൻ സാധാ ഒരു അക്രിലിക് മാർക്കറാണ് എടുത്തത്. ഇത് സാധാ നമ്മുടെ സ്കെച്ച് പെൻസ് പോലെ തന്നെയാണ്, പക്ഷെ സാധാ സ്കെച്ച് പെന്നിനേക്കാൾ ഒന്നുകൂടി അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. ഇതിലും 12 കളേഴ്സാണ് വരുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ഇതിൽ വൈറ്റ് കളറൊക്കെ വരുന്നുണ്ട്. ഞാൻ സാധാരണ സ്കെച്ച് സെറ്റിൽ വൈറ്റ് കളറൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ബ്ലാക്ക് ചാർട്ടിലൊക്കെ എഴുതാൻ വേണ്ടി വൈറ്റ് പെന്ന് സെപ്പറേറ്റ് വാങ്ങുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇതെന്തായാലും ഭയങ്കര യൂസ്ഫുള്ളായി. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയ ഐറ്റംസ്. ഞാൻ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ ഇതൊക്കെ വാങ്ങിയ ഷോപ്പിൻ്റെ വീഡിയോസും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ഇതേപോലത്തെ ഷോപ്പിൻ്റെ വീഡിയോസ് എല്ലാം കാണണമെങ്കിൽ നിങ്ങളോട് ഞാൻ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.